അപ്പൊ ഇതാണ് നമ്മുടെ ചടയെന്ന് പറയുന്ന മീനട്ട. ചടയെന്നും അതുപോലെ കരിപ്പെട്ടി എന്നൊക്കെ പറയും. ഇത് ഹമൂറിന്റെ എത്തിപ്പെട്ടാണെന്ന് അറിയില്ല, നമ്മുടെ വലയിൽ പോകുന്നുണ്ട്, ജീവനുണ്ട്. നാഗരാജണ്ണനെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് മിസ് ചെയ്തിട്ടാ. നാഗരാജണ്ണൻ വീണ്ടും വന്നേക്കാണ്. ജീവനുള്ള കരിപ്പെട്ടിനെ അങ്ങനെ പാടി തന്നെ നേരെ വെട്ടി ക്ലീൻ ആക്കി വെച്ചേക്കണേണ്ടി കാണുന്നത്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഈ മീനെ പറയണ പേരെന്താന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇന്ന് വറക്കാനായിട്ടാണ് പോണത്. നേരെ ഒരു പാത്രത്തിലേക്ക് ആക്കി മസാല വരട്ടാനായിട്ടാണ് പോണത്. ആദ്യം തന്നെ കുറച്ച് മുളക് പൊടി ഇളക്കിയില കൈയിട്ട് പാത്രം ഇട്ട് ചുറ്റിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കേണ്ട. പിന്നെ ഉപ്പ്, പിന്നെ മെയിനായിട്ടുള്ള നമ്മുടെ ചിക്കൻ മസാല, ചിക്കൻ കബാബൊക്കെ ഉണ്ടാകുമ്പോൾ മിക്സ് ചെയ്യുന്ന ഒരു മസാല ഉണ്ട്, നല്ല ടേസ്റ്റാണ് അതിട്ട് മീൻ വറക്കുമ്പോൾ. അപ്പം നേരെ തീ കത്തിച്ച് കുറച്ച് ഓയിലൊഴിച്ച് മീൻ ഓരോന്നോരോന്നായിട്ട് നേരെ വറക്കാനിട്ടിട്ട്. അപ്പോൾ വേറെ കറിയൊന്നുമില്ല, മീൻ വറുത്തതും പിന്നെ അതുപോലെ തന്നെ കഞ്ഞിയും കൂട്ടിയാണ് നമ്മൾ രാവിലത്തെ ഭക്ഷണം ഒന്ന് ബോട്ടിൽ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ശാന്തമായിട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ വല പിടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വലയിൽ നിന്ന് തട്ടിയൊരു തെരണ്ടിയാണെന്നുണ്ടെങ്കിൽ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഇങ്ങനെ കറങ്ങിപ്പോണേണ് ഈ കാണുന്നത്. എന്നാലും നമ്മൾ വല പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ കടൽ കിടക്കണമെങ്കിൽ പുഴ പോലെ ഉണ്ടാ കിടക്കണം. അതിൻ്റെ ഇടയിലാണെങ്കിൽ ആ ഒരു സൺറൈസും കാണാനായിട്ടുണ്ടല്ലോ, വേറെ ലെവൽ തന്നെ. അപ്പോൾ അതെ, 2 നാഗരാജും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ നാഗരാജ് ആദ്യം തന്നെ വന്ന് കഞ്ഞി എടുക്കണേണ് ഈ കാണുന്നത്. കഞ്ഞിയും അതുപോലെ വറുത്ത മീൻ, അതായത് നമ്മുടെ കരിപ്പെട്ടി വറുത്തതും കൂട്ടി ഒരു പിടി പിടിക്കുക. കരിപ്പെട്ടി ടേസ്റ്റ് കുറവാണ്.